എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ദേദുറ ആ ഒരു ക്ലേ മുഴുവൻ വലിച്ചു വാരി തിന്ന് അവൻ വലിയൊരു ദേദുര ഉണ്ടാക്കി ഇപ്പൊ സാസുകയുടെ മുൻപില് അങ്ങനെ നിൽക്കുകയാണ്. ടോബി അത് കണ്ട് പേടിച്ചു വിറയ്ക്കും. ഇതാ ബ്രഹ്മാണ്ട ജിപ്സു അല്ലേ, അവനാ ഒറോച്ചിമാറുവിനെ കൊല്ലാനായി റെഡിയാക്കി വെച്ച ജിപ്സു. ഒട്ടനെ സാസുക ഞെട്ടി എഴുന്നേക്കും. ഇവനെ കൊണ്ട് എങ്ങനെ സാധിച്ചു ഇത്രയും വലിയൊരു ദേദുരയെ ക്രിയേറ്റ് ചെയ്യാൻ? ഇനി വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ സാസുകയാവട്ടെ അവൻ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. അവന്റെ പിന്നാലെ തന്നെ ദേദുരയുടെ ആ വലിയ രൂപം അത് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനവൻ ആ ഒരു വലിയ രൂപത്തെ അവന്റെ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ പൊട്ടിക്കാൻ തുടങ്ങും. അത് കണ്ട് സാസുക അവനൊരു വലിയ പൊട്ടിത്തെറി പ്രതീക്ഷിക്കും. പക്ഷെ അതൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കാതെ ഇപ്പൊ പതിയെ തകർന്നു വീഴാൻ തുടങ്ങും. ഒരു പക്ഷേ അവന്റെ പ്ലാൻ അത് ചീറ്റിപ്പോയതായിരിക്കോ? ദേദുര ചിരിക്കും. അപ്പൊ അവന് മനസ്സിലാവും അവന് മറ്റെന്തോ ഒരു പ്ലാൻ ഉണ്ട്. സാസുക വീണ്ടും ഇപ്പൊ മുൻപോട്ടേക്ക് ഓടും. അതിന് ദേദുര വീണ്ടും പറയും, നീ ശരിയും കണ്ണുപയോഗിച്ച് എന്നെ തകർക്കുമല്ലേടാ, എന്റെ ആർട്ട് ഓഫ് എക്സ്പ്ലോഷൻ അത് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പറവകളും മൃഗങ്ങളും എല്ലാം തന്നെ ഇപ്പൊ തകരാൻ തുടങ്ങും. സാസുക വണ്ടറടിച്ച് നിൽക്കുമ്പോ ഇപ്പൊ അവനും പതിയെ തകരാനായിട്ട് തുടങ്ങും. അത് കാണുമ്പോ ഇപ്പൊ ടോബിക്ക് മനസ്സിലാവും ഇത് ദേദുരയുടെ ആ ഒരു ബ്രഹ്മാണ്ട ജിപ്സു ആണ്. ആ ഒരു എക്സ്പ്ലോഷറില് ഒരുപാട് ചെറിയ ചെറിയ ബോംബുകള് അന്തരീക്ഷത്തിൽ മുഴുവൻ സ്പ്രെഡ് ആവും. അതൊരിക്കലും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ആ ഒരു ചെറിയ ബോംബുകള് ഇപ്പൊ സാസുകയുടെ ബോഡിയിൽ പോയി വലിയ എക്സ്പ്ലോഷർ ഉണ്ടാക്കി അവനെ തന്നെ ഇപ്പൊ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ദേദുര ഇതിന് നന്ദി പറയേണ്ടത് ഹിറ്റാച്ചിയോടാണ്. ഞാനിത് ഹിറ്റാച്ചിക്ക് നേരെ പ്രയോഗിക്കാനായി മാറ്റിവെച്ച ജിപ്സു ആയിരുന്നു. അതവന്റെ അനിയന്റെ നേരെ പ്രയോഗിച്ച് വിജയം കണ്ടതില് എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പൊ അവന്റെ തൊട്ടു പുറകിൽ നിന്ന് ഇപ്പൊ സാസുക ചാടി വന്ന് ആ പക്ഷിയുടെ ദേഹത്തേക്ക് ചാടിക്കേറി അവന്റെ ചിത്തോരി പവർ വെച്ച് ദേദുരയുടെ തലയ്ക്ക് തന്നെ ആഞ്ഞൊരു അടി അങ്ങോട്ട് കൊടുക്കും. ആ ഒരു അടിയില് അവൻ തകർന്ന് തരിപ്പണാകാൻ തുടങ്ങും. സാസുക പറയും, നിന്റെ മൈന്യൂട്ട് ബോംബുകള് അത് ഓൾറെഡി ഞാൻ കണ്ടിരുന്നു. നിന്റെ ഓരോ ബോംബുകളുടെയും ചുറ്റും ചക്ര പവർ ഉണ്ടായിരുന്നു. അത് ഞാൻ കറക്റ്റ് ആയിട്ട് സെൻസ് ചെയ്ത് നിന്റെ ബോംബുകളെല്ലാം തന്നെ ഞാൻ പ്രിവെന്റ് ചെയ്തു. അതിന് ദേദുര ചോദിക്കും, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണല്ലോ നീ തകർന്നു വീഴുന്നത്. അതിന് സാസുക പറയും, അതിന്റെ വെറും ഒരു ഗെഞ്ചിപ്സ് മാത്രമായിരുന്നു. അപ്പൊ സാസുക, എന്റെ ചിത്തോരി പവർ നിന്റെ മെയിൻ പാർട്ടില് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് സത്യം പറയും ഹിറ്റാച്ചി അവനിപ്പോ എവിടെയുണ്ട്? അതിന് ദേദുര പറയും, വീണ്ടും ഞാൻ ഹിറ്റാച്ചിയോടാണ് നന്ദി പറയുന്നത്. കാരണം ഓൾറെഡി ഇതേ ജിപ്സ് തന്നെ പണ്ട് ഹിറ്റാച്ചിയും എന്റെ നേർക്ക് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞ് അവനിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കില് ഇപ്പൊ ദേദുരയെ ഹിറ്റാച്ചി അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ദേദുര ചോദിക്കും, ഇവൻ എപ്പോഴാണ് എന്റെ മേലെ ഈ ഒരു ഗെഞ്ചിപ്സ് ഉപയോഗിച്ചത്? അതിന് കിസമി പറയും, നീ എപ്പോഴാണോ അവന്റെ കണ്ണിലേക്ക് നോക്കിയത് അപ്പൊ തന്നെ നീ അവന്റെ ഗെഞ്ചിപ്സുവില് പെട്ടുപോയി. നീ ശുരിങ്കം കണ്ണുകൊണ്ട് എന്നെ ട്രാപ്പിലാക്കുമല്ലേ? തീർച്ചയായിട്ടും ഇതിനൊരു കൗണ്ടർ അറ്റാക്ക് അത് ഞാൻ കണ്ടുപിടിക്കുമെന്ന് അവൻ അന്ന് പറഞ്ഞിരുന്നു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഇപ്പൊ ദേദുര പറയും, അന്ന് ഞാൻ കരുതി വെച്ച ആ ഒരു കൗണ്ടർ അറ്റാക്കാണ് ഇപ്പൊ നീ കാണാൻ പോകുന്നെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ക്ലേ വലിച്ചു വാരി തിന്ന് ഇപ്പൊ പുറത്തേക്ക് ദേദുരയെ പോലെ മറ്റൊരു വലിയ രൂപം കൂടെ ക്രിയേറ്റ് ചെയ്യും. അത് കണ്ട് സാസുക അവൻ വീണ്ടും അവിടുന്ന് ഓടാൻ ശ്രമിക്കുകയാണ്. അതിന് ദേദുര അവന്റെ കാലെ പിടിച്ച് വലിച്ച് ഇപ്പൊ അവിടെ മടക്കി ലോക്ക് ചെയ്ത് പിടിക്കും. ദേദുര വീണ്ടും ഇപ്പൊ കയ്യിൽ നിന്നൊരു ബോംബ് എടുത്ത് അവന്റെ ബോഡിയിൽ ഫിക്സ് ചെയ്യും. അപ്പൊ സാസുക അവന്റെ ശരീരം കണ്ണുവെച്ച് ഇപ്പൊ ചുറ്റും ചെക്ക് ചെയ്യും. അപ്പൊ അവൻ കാണും ആ ഒരു ബോംബ് അതവന്റെ ബോഡി മുഴുവൻ ഇപ്പൊ സ്പ്രെഡ് ആയിരിക്കുകയാണ്. പക്ഷെ സാസുക അവനവന്റെ ചിത്തോരി പവർ ഉപയോഗിച്ച് ഇപ്പൊ പുറത്തേക്ക് ചാടും. അതിന് ദേദുര പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും ഇനി യാതൊരു കാര്യമില്ല. നിന്നെ കൊണ്ട് ഒരിക്കലും എന്റെ ബ്രഹ്മാണ്ട ജിപ്സുവിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. സാസുക വീണ്ടും അവന്റെ ചിത്തോരി പവർ എടുത്ത് ദേദുരയ്ക്ക് നേരെ ഓടി അടുക്കും. പക്ഷെ അപ്പോഴേക്കും സാസുകയുടെ ബോഡി അത് പൊട്ടിത്തെറിച്ച് ഇപ്പൊ പൊടിഞ്ഞില്ലാതാവും. അത് കണ്ട് ദേദുര ഇത്തവണ അവന്റെ കാറ്റ് അത് ശരിക്കും പോയി. അപ്പൊ വീണ്ടും സാസുകയുടെ ശരീരം കണ്ണ് അത് പുറത്തേക്ക് വരുന്നത് കാണും. ദേദുര അതുകൊണ്ട് പേടിച്ചു വരച്ച് നിൽക്കുകയാണ്. സാസുക ചിത്തോരി പവർ വെച്ച് ഇപ്പൊ അവന്റെ തലയ്ക്ക് ആഞ്ഞൊരു അടി അങ്ങോട്ട് കൊടുക്കും. ആ ഒരു അടിയില് അവനിപ്പൊ കറങ്ങി അടിച്ച് താഴെ വീഴും. സാസുകയുടെ ബോഡി മുഴുവൻ ഇപ്പൊ ഇലക്ട്രിക് പവർ അതങ്ങനെ പാസ്സാവാണ്. ദേദുരയ്ക്ക് മനസ്സിലാവും ഇത് ഗെഞ്ചിപ്സു അല്ല മറ്റെന്തോ ആണ്. ഉടനെ ദേദുര ഞെട്ടി എഴുന്നേക്കും. ഇവനെങ്ങനെ മനസ്സിലായി ഇതെല്ലാം എന്റെ ജിപ്സു അതത്രയ്ക്ക് ഫാസ്റ്റ് ആയിരുന്നില്ലേ? സാസുക പറയും, എനിക്കുള്ളത് ശരീരം കണ്ണാണ്. നീ എത്രയൊക്കെ സ്പീഡില് ജിപ്സു യൂസ് ചെയ്താലും അതിലും സ്പീഡില് എന്റെ ശരീരം കണ്ണിന് അത് വായിക്കാൻ കഴിയും. നീ ആ ജിപ്സു ക്രിയേറ്റ് ചെയ്തപ്പോ തന്നെ എനിക്ക് ആ ജിപ്സു കറക്റ്റ് ആയിട്ട് സെൻസ് ചെയ്യാൻ കഴിഞ്ഞു. സോ ഓരോ തവണയും ഞാനത് മനസ്സിലാക്കിയാണ് നിന്റെ ഫൈറ്റിനെ
പ്രിവെന്റ് ചെയ്തുകൊണ്ടേയിരുന്നത്. നീ എർത്ത് സ്റ്റൈൽ ഉപയോഗിച്ചപ്പോ ഞാൻ ലൈറ്റ്നിങ് സ്റ്റൈൽ ഉപയോഗിച്ച് നിന്നെ തടുത്തു. നീ മിനി ബോംബ് എന്റെ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്തപ്പോ തന്നെ ഞാൻ എന്റെ ചിത്തോരി പവർ വെച്ച് അതിനെല്ലാം പ്രിവെന്റ് ചെയ്തിരുന്നു. നീ തുടക്കം മുതൽക്കേ ഒരുപാട് ബോംബുകൾ എനിക്ക് നേരെ പ്രയോഗിച്ചു. അതിൽ ചിത്തോരി പവർ ഏക്കുന്ന ബോംബുകൾ അത് ഡിസേബിൾഡ് ആവുന്നത് ഞാൻ നോട്ടീസ് ചെയ്തിരുന്നു. അങ്ങനെയാണ് എന്റെ ചിത്തോരി പവർ വെച്ച് നിന്റെ ബോംബുകളെല്ലാം തന്നെ ഞാൻ ഡിസേബിൾഡ് ആക്കിയത്. മാത്രമല്ല എന്റെ എർത്ത് സ്റ്റൈൽ ലൈറ്റ്നിങ് ജിപ്സ് ഉപയോഗിച്ച് നിന്റെ എർത്ത് ബോംബുകളും ഞാൻ കണ്ടുപിടിച്ച് അതും ഡിസേബിൾഡ് ആക്കി. അതിന്റെ കൂടെ തന്നെ എന്റെ സ്ക്വാഡ് വലിച്ചെറിഞ്ഞ് അതിലേക്കും ആ ഒരു ലൈറ്റ്നിങ് ജിപ്സു ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. എന്റെ ശരീരം കണ്ണുകൊണ്ട് ആ ഒരു പിൻ പോയിന്റ് അത് ഞാൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. ഈ ദേദര വില്ലൻ അവൻ ഞെട്ടിപ്പോവും. പക്ഷെ അതിൽ ചിലത് പൊട്ടിയിരുന്നല്ലോ, എന്തുകൊണ്ട് അതിന് നിനക്ക് തടയാൻ കഴിഞ്ഞില്ല? അവൻ പറയും എനിക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നിന്റെ ശ്രദ്ധ തെറ്റിക്കാനാണ് ഞാൻ അപ്രകാരം ചെയ്തത്. സാസുക അവൻ വീണ്ടും പറയും അടുത്തു വന്ന നമ്മൾ എല്ലാവരും മരിക്കും, നിന്നെ ഞാൻ കൊല്ലും, മര്യാദയ്ക്ക് ഹിറ്റാച്ചി അവൻ എവിടെയുണ്ടെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞോ. അവൻ വീണ്ടും അവന്റെ പാമ്പുകൾ ഉപയോഗിച്ച് സാസുകയെ പിടിക്കാൻ ശ്രമിക്കുമ്പോ സാസുക ലൈറ്റ്നിങ് ടെക്നിക് ഉപയോഗിച്ച് അവന്റെ പാമ്പുകളെ തന്നെ ഇപ്പൊ തകർത്ത് കളയും. പക്ഷെ ഓൾറെഡി ഇപ്പൊ സാസുക ഒരുപാട് ചക്ര പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവനിപ്പൊ തളർന്ന് താഴെ വീഴും. അതിന് ദേദുറ ഇപ്പൊ സാസുകയെ പിടിച്ചു വലിച്ച് നീ ശരിങ്ങ കണ്ണുവെച്ച് എന്നെ ട്രാപ്പാക്കോ അല്ലേടാന്ന് പറഞ്ഞ് വീണ്ടും അവന്റെ ക്ലേ അത് പുറത്തെടുക്കാൻ തുടങ്ങും. ആ സമയത്തും സാസുക അവൻ കൂളായിട്ട് നിൽക്കാണ്. എന്ത് ധൈര്യല്ലേ? ദേദുറ പറയും നിങ്ങളുടെ രണ്ടുപേരുടെയും ശരീരം കണ്ണിന്റെ ഈ ഒരു പവറിന്റെ മുന്നിലാണ് ഞാൻ തോറ്റു പോകുന്നത്. പക്ഷെ ഇനി ഞാൻ നിന്നെ വിടില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഇപ്പൊ ഉഷാറായിട്ട് ചാടി എഴുന്നേക്കും. അതിന് സാസുക അടുത്തു വന്ന നിന്നെ ഞാൻ തല്ലിക്കൊല്ലും, എനിക്കൊരു പേടിയില്ല, നീ മര്യാദയ്ക്ക് ഹിറ്റാച്ചി അവൻ എവിടെയാണെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞോ. അപ്പൊ സാസുക അവൻ പതിയെ അവന്റെ ശരീരം പവർ അത് കുറയ്ക്കാൻ തുടങ്ങും. അതിന് ദേദുറ പറയും നിന്റെ പവർ അതിപ്പോ ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്, ഇനി എന്റെ പവർ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവന്റെ ഷർട്ട് വലിച്ചു കീറി അവന്റെ നെഞ്ചിലുള്ള മറ്റൊരു വായിലേക്ക് ഇപ്പൊ ഒരുപാട് ക്ലേ അവൻ വെച്ചു കൊടുക്കും. ദേദുറ പറയും ഈ ഒരു എക്സ്പ്ലോഷറിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഐ എം സോറി ടോബി, ഈ ഒരു എക്സ്പ്ലോഷറിൽ നീയും തീർച്ചയായിട്ടും പൊട്ടിത്തകരും, നീയും ഉറപ്പായിട്ടും മരിച്ചു പോവും, എനിക്ക് വേറെ വഴിയില്ല, ഇത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവന്റെ ജിപ്സു അത് വീണ്ടും ഇപ്പൊ ചെയ്യാനായിട്ട് തുടങ്ങും. ദേദുറ അവനെ തന്നെ ഇപ്പൊ എക്സ്പ്ലോഷറാക്കി മാറ്റാൻ തുടങ്ങും. അവൻ പതിയെ പതിയെ ഇപ്പൊ ചെറിയൊരു ബോംബായി മാറും. അതിപ്പോ സാസുകയെ ലക്ഷ്യമാക്കി അങ്ങനെ ഹായ് ആയിട്ട് ഇപ്പൊ മുമ്പോട്ട് വരികയാണ്. ആ ഒരു ബോംബ് അത് സാസുകയുടെ തൊട്ടടുത്തെത്തുമ്പോ പൊട്ടി അങ്ങോട്ട് തെറിക്കും. 10 കിലോമീറ്ററിനുള്ളിലുള്ള പ്രദേശം എല്ലാം തന്നെ ഇപ്പൊ തകർന്ന് തരിപ്പണാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.